ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കന്നി ആയില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യം പൂജ തൊഴുന്നതിന് തുല്യമാണ്. ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ്. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം. ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതുമാണ്. ശൈവവും വൈഷ്ണവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെ പിറന്നാളാണ്. നാഗപ്രീതി വരുത്തി കുടുംബസുഖവും സർവൈശ്വര്യവും നേടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് നാഗരാജാവിൻ്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം. കേരളത്തിൽ നാഗ ആരാധനയ്ക്ക് പരശുരാമ മഹർഷിയോളം തന്നെ പഴക്കമുണ്ട്. താൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തെങ്കിലും ആ ഭൂമിയിൽ നിന്നും അവരെല്ലാം ഒഴിഞ്ഞുപോയി. കാരണം ഓരുവെള്ളം, അതായത് ഉപ്പുരസമുള്ള വെള്ളം, മണ്ണിൻ്റെ കുഴമ്പ് രൂപത്തിലെ സ്ഥിതിയും. താൻ ഭൂമി കൊടുത്തിട്ടും ഗുണം കിട്ടാത്തതിലും ശാപം ബാക്കി നിൽക്കുന്നതിലും വിഷമിച്ച ഭഗവാൻ ഭാർഗവരാമൻ കൈലാസ അധിപതിയായ ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുന്നു. ശിവഭഗവാൻ പാർവതി സമേതനായി തൻ്റെ വെള്ളക്കാളപ്പുറത്ത് എഴുന്നള്ളി. എന്ത് വേണം ഭാർഗവരാമ, എന്താ എന്നെ സ്മരിച്ചത്? ഭഗവാൻ ചോദിച്ചപ്പോൾ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിൻ്റെയും കാര്യവും കാരണവുമായ സാക്ഷാൽ ആദിനാരായണമൂർത്തിയുടെ പൂർണ്ണ അവതാരമായ പരശുരാമന് തൻ്റെ വിഷമം അറിയിക്കാൻ ഒരു പ്രശ്നവും ഉണ്ടായില്ല. താൻ വീണ്ടെടുത്ത ഈ ഭൂമി കേരളം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതും, അതായത് കേരളമാണ് അത് ഭൂമിയായിട്ട് അന്ന് കണ്ടിട്ടുള്ളൂ, അപ്പോൾ ആ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതും അവർ ഉപേക്ഷിച്ചു പോയതും അതിനുള്ള കാരണവുമെല്ലാം ശിവനോട് പറയുന്നു. ഇതിനൊരു പരിഹാരമുണ്ടാക്കി തരണമെന്ന അപേക്ഷയും. എല്ലാം കേട്ട ശിവഭഗവാൻ ഒന്ന് ചിരിച്ചുവത്രേ. എന്നിട്ട് പറഞ്ഞു, ആദിനാരായണമൂർത്തിയായ ഭഗവാനെ, ഭാർഗവരാമ, ഇതൊരു വളരെ വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇടപെടേണ്ട ആവശ്യവുമില്ല. അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഇതാ കണ്ടുവോ എൻ്റെ ഈ കണ്ഠാഭരണം. ഈ വാസുകിയെ വിളിച്ചോളൂ. ആ നാഗരാജൻ വന്ന് എല്ലാം മംഗളമാക്കി തരും. ഇതും പറഞ്ഞ് യാത്ര പറഞ്ഞ് ശിവപാർവതിമാർ യാത്രയായി. ഭാർഗവരാമന് മനുഷ്യരെ പോലെ താൻ വലിയവനല്ലേ? അനന്തശായിയായ താൻ ഒരു പാമ്പിനോട് സഹായം ചോദിക്കുകയോ എന്ന വിഷമം ഒന്നും ഉണ്ടായില്ല. വാസുകിയെ പ്രാർത്ഥിച്ചതും നാഗരാജാവായ വാസുകി എത്തി മുന്നിൽ. ഭാർഗവരാമന് നാഗരാജാവായ അടിയൻ്റെ പ്രണാമം. എന്താണാവോ അടിയനെ സ്മരിച്ചത്? ഭാർഗവരാമൻ്റെ തൻ്റെ വിഷമങ്ങൾ, ഭൂമി വീണ്ടെടുത്തതും ദാനം, അവരുടെ തിരിച്ചുപോക്ക് എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. ഇത് കേട്ട വാസുകിയോട് കൂടെ ഒരു സഹായ അഭ്യർത്ഥനയും. വാസുകി ഭഗവാനോട് പറയുന്നു, അനന്തശായിയായ നാരായണമൂർത്തിയായ ഭഗവാനെ, അടിയൻ ഉപ്പുവെള്ളം മുഴുവൻ വലിച്ചെടുത്ത് കടലിൽ വിസർജിക്കാം. ഈ ഭൂമി നല്ലതാക്കി തന്നുകൊള്ളാം. ഈ കരയെ നിധികുംഭങ്ങൾ കൊണ്ട് നിറയ്ക്കാം. ഭൂമിയിലെ സ്വർഗവും ദേവഭൂമിയുമാക്കി മാറ്റാം. പക്ഷേ ഒരു ചെറിയ സഹായം ചെയ്തു തരണം. എല്ലാ തറവാടിൻ്റെയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഞങ്ങൾക്ക്, അതായത് നാഗങ്ങൾക്ക്, ഒരു സ്ഥാനം തരുമോ? എങ്കിൽ ആ വീട്ടിൽ സന്തതി, സമ്പത്ത്, എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിലനിർത്തും. ത്വക്കുരോഗം, ശിരോരോഗങ്ങൾ ഒന്നുമില്ലാതെ, പാണ്ഡുരോഗം, കുഷ്ഠം, പുത്രകളത്ര നാശമില്ലാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. തന്നുകൂടെ ഭഗവാനെ ഞങ്ങൾക്കൊരിടം? വാസുകി ചോദിച്ചു. വർഷത്തിൽ ഒരു ദിവസം, അത് നാഗരാജാവിൻ്റെ പിറന്നാളായ കന്നിയിലെ ആയില്യത്തിനായാൽ അത്യുത്തമം. ഒരു നൂറും പാലും, വെള്ളരി, കവുങ്ങിന് പൂക്കുല, ഒന്നുമില്ലെങ്കിൽ ഒരു കെട്ടുതിരി കത്തിച്ചാൽ ഞങ്ങൾ പ്രസാദിക്കും. ഒരു കെട്ടുതിരി കത്തിച്ചാലും ഞങ്ങൾ പ്രസാദിക്കും. ആ കുടുംബത്തെ ഞങ്ങൾ കാത്തുരക്ഷിക്കും. പറയുന്നത് വാസുകിയാണ്. ഞങ്ങൾ വാക്കു പാലിക്കും. തന്നുകൂടെ ഭഗവാനെ? അത് കേട്ട് ഭാർഗവരാമൻ പ്രസന്നനായി. അങ്ങനെ ഭവിക്കും. കേരളക്കരയിൽ എല്ലാ തറവാട്ടിലും തെക്കു പടിഞ്ഞാറേ മൂലയിൽ പാമ്പിൻ കാവുകൾ ഉണ്ടായി. ഏറ്റവും കഷ്ടമായ കാര്യം, ഇപ്പോൾ ആ പാമ്പിൻ കാവുകളെയൊക്കെ ഒഴിപ്പിച്ച് കൊടുത്തയക്കുന്നു. ഇപ്പോൾ എങ്ങുമില്ല കാവുകൾ. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമായി അവശേഷിക്കുകയാണ് പാമ്പിൻ കാവുകൾ.
അതുകൊണ്ട് തന്നെ മക്കൾ മദ്യപാനികളും രോഗികളും വിധവകളുമൊക്കെയായി മാറുന്ന ഒരു ദുരവസ്ഥയാണിപ്പോൾ. പ്രത്യക്ഷ ദൈവമാണ് നാഗങ്ങൾ. ക്ഷിപ്രപ്രസാദികളായ നാഗങ്ങളെ പിണക്കിയാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരെയും നാഗദൈവങ്ങൾ അനുഗ്രഹിക്കും. നമുക്ക് നാഗരാജ ഗായത്രി ചൊല്ലിയാൽ മാത്രം മതി. ഓം സർപ്പരാജായ വിദ്മഹി പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഇതാണ് നാഗഗായത്രി മന്ത്രം. ഈ മന്ത്രം ദിവസേന ചൊല്ലുകയാണെങ്കിൽ, പക്ഷേ നല്ല നോയമ്പ് വേണം ഇത് ചൊല്ലണമെങ്കിൽ. നല്ലപോലെ വ്രതമെടുക്കണം. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാൻ. അത് മന്ത്രം ചൊല്ലുന്നത് ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം മാത്രമേ ആകാവൂ. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയാൽ അത്രയ്ക്കും ഫലമാണ് ലഭിക്കുന്നത്. ആയില്യ ദിവസമെങ്കിലും കുറഞ്ഞത് ഒരു ദിവസത്തെ ഒരു വ്രതം തലേ ദിവസം നോക്കി ആയില്യത്തിൻ്റെ അന്നും അതിൻ്റെ തലേ ദിവസവുമൊക്കെ ഈ നാഗരാജ ഗായത്രി ചൊല്ലിയാൽ അത്രയ്ക്കും ഉത്തമമാണ്. ഭഗവാൻ വിഷ്ണു അനന്തനെന്ന ആ നാഗത്തിലാണ് ശയിക്കുന്നത്. ജഗദീശ്വരനായ പരമശിവന്റെ കണ്ടത്തിലും ജടയിലും കൈത്തണ്ടിലും കാൽ തളയിലും സർപ്പങ്ങൾ ആഭരണമായിട്ട് വിളങ്ങുന്നു. പൊതുവെ ശൈവ ചൈതന്യമായ വാസുകിയെയും വൈഷ്ണവ ചൈതന്യമായ അനന്തനെയും നാഗരാജാക്കന്മാരായും ദേവി ചൈതന്യത്തെ നാഗയക്ഷിഭാവത്തിലുമാണ് ആരാധിക്കുന്നത്. നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമെങ്കിലും കന്നിമാസത്തിലെ ആയില്യത്തിനാണ് പ്രാധാന്യം. സന്താന സൗഭാഗ്യത്തിനു പുറമെ കുടുംബ ഐശ്വര്യത്തിനും രോഗപീഠകളിൽ നിന്നും മോചനം, ഉത്തിഷ്ടകാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളിലൂടെ അവരുടെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കന്നിമാസത്തിലെ ആയില്യം സർപ്പനാഗ ദൈവങ്ങളുടെ പിറന്നാൾ ദിവസമായതുകൊണ്ട്, നാഗരാജാവിൻ്റെ പിറന്നാൾ ദിവസമായതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം അർഹിക്കുകയാണ്. നാഗരാജാവിൻ്റെ പിറന്നാളായ കന്നിയിലെ ആയില്യത്തിന് ഞാൻ ഈ പറഞ്ഞ ഗായത്രി മന്ത്രം ചൊല്ലി നാഗരാജാവിനെ ആരാധിക്കുന്നതിലൂടെ കുടുംബത്തിലെ സർവൈശ്വര്യവും ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ നന്ദി, നമസ്കാരം.